ഹലോ, ദ കരാട്ടെ കിഡ് എന്ന സിനിമ ഓർമ്മയുണ്ടോ? അതിലെ ആ ട്രെയിനിങ്, വെറും സാധാരണ വീട്ടുജോലികൾ കൊണ്ട് കരാട്ടെ പഠിപ്പിക്കുന്നത്. സംഭവം ഭയങ്കര രസമാണല്ലേ? ശരിക്കും ഏതൊരു വലിയ കഴിവ് പഠിക്കുന്നതിനെക്കുറിച്ചുമുള്ളൊരു കിടിലൻ സത്യം അതിലുണ്ട്. ശരി, നമുക്കിതിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. മിസ്റ്റർ മിയാഗിയുടെ ഈ വാക്കുകൾ വെച്ചങ്ങോട്ട് തുടങ്ങാം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വൈദഗ്ധ്യത്തിലേക്കുള്ള വഴി അത്ര എളുപ്പമല്ല. അതിലൊരു പ്രത്യേക രീതിയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ആ വഴിയിലൂടെ കൃത്യമായി നടക്കണം, അല്ലെങ്കിൽ ഈ വഴിക്ക് പോകരുത്. രണ്ടിനും ഇടയിൽ നിന്നാൽ അവസാനം മുന്തിരി പോലെ ഞെരിഞ്ഞുപോകും. അപ്പൊ കഥയുടെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്. ഒരു വശത്ത് ഡാനിയൽ എന്ന വിദ്യാർത്ഥി, പഠിക്കാൻ ഭയങ്കര ആഗ്രഹം. മറുവശത്ത് മിയാഗി എന്ന ഗുരു, പഠിപ്പിക്കാൻ തയ്യാറാണ്, പക്ഷേ ഒരു വലിയ കണ്ടീഷനുണ്ട്. അവരുടെ ഡീൽ ഇതായിരുന്നു, ശരിക്കും ഒരു വിശുദ്ധ ഉടമ്പടി പോലെ. ഗുരു പറയുന്നു, ഞാൻ കരാട്ടെ പഠിപ്പിക്കാം, ഉറപ്പ്. ശിഷ്യന്റെ ഭാഗം, നീ പഠിക്കാമെന്ന് വാക്കുതരണം. ഞാൻ പറയുന്നത് അക്ഷരം പ്രതി ചെയ്യണം. ഒരു ചോദ്യം പോലും പാടില്ല. അതാണ് അതിലേറ്റവും വലിയ പോയിന്റ്. ചോദ്യങ്ങളേ ഇല്ല. എന്നിട്ട് ട്രെയിനിങ് തുടങ്ങി. ലിസ്റ്റൊന്ന് നോക്കിക്കേ. കാറ് മുഴുവൻ കഴുകുക, വാക്സ് ഓൺ വാക്സ് ഓഫ്, തറ ഉരയ്ക്കുക, വേലിക്കും വീടിനും പെയിന്റ് അടിക്കുക. ഇതൊക്കെ കാണുമ്പോ ആർക്കായാലും തോന്നും, ഇതിന് കരാട്ടയുമായിട്ട് എന്ത് ബന്ധമാണെന്ന്, അല്ലേ? ഡാനിയലിന് സ്വാഭാവികമായും സംശയം വന്നു. അപ്പൊ മിയാഗിയുടെ മറുപടി എന്തായിരുന്നെന്നോ? ഒരൊറ്റ വാചകം, കരാർ ഓർമ്മയുണ്ടല്ലോ, ചോദ്യം വേണ്ട. ഇത് വെറും അനുസരണയുടെ കാര്യമല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിലുള്ള ഒരു കംപ്ലീറ്റ് വിശ്വാസത്തിന്റെ കാര്യമാണ്. ദിവസങ്ങളിങ്ങനെ കടന്നുപോയി. വെറും പണി പണി പണി. ഡാനിയലിന് സഹി കിട്ടു തുടങ്ങി. ഇത് പരിശീലനം ഒന്നുമല്ല, എന്നെക്കൊണ്ട് വെറുതെ അടിമപ്പണി എടുപ്പിക്കുകയാണെന്ന് അവന് തോന്നിത്തുടങ്ങി. അവിടെയാണ് കഥയിലൊരു ടേണിംഗ് പോയിന്റ് വരുന്നത്. ഡാനിയലിന്റെ തലയ്ക്കകത്ത് ആകെ കൺഫ്യൂഷനായി. ശരിക്കും എന്തായിരുന്നു ആ ഡീൽ? ഇതൊരു മെന്റർഷിപ്പാണോ അതോ ചൂഷണമാണോ? നിങ്ങൾ ഡാനിയലിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തു ചിന്തിക്കും? അവസാനം അവൻ പൊട്ടിത്തെറിച്ചു. മിയാഗിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടിമയല്ല. 4 ദിവസമായിട്ട് നടുവൊടിഞ്ഞ് പണിയെടുക്കുന്നു. ഒരു തേങ്ങയും ഞാൻ പഠിച്ചിട്ടില്ല. ആ ഒരു നിരാശ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഡാനിയലിന്റെ കാഴ്ചപ്പാടിൽ അവൻ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? നിങ്ങളുടെ ഡെക്ക് വൃത്തിയാക്കാൻ, കാർ വാക്സ് ചെയ്യാൻ, വീടിനും വേലിക്കും പെയിന്റ് അടിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്രീ ജോലിക്കാരൻ. അത്രയുള്ളൂ. പക്ഷേ കഥ ഇവിടെയാണ് ശരിക്കും മാറുന്നത്. ആ വലിയ അഹാ മൊമെന്റ്, ആ വെളിപാടിന്റെ നിമിഷം വരാൻ പോവാണ്. അങ്ങനെ ഡാനിയൽ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ മിയാഗി വളരെ ശാന്തനായിട്ട് പറഞ്ഞു, തറ ഉരയ്ക്കുന്നതൊന്ന് കാണിക്കാമോ? അവിടെ നിന്നാണ് കളി മാറുന്നത്. അവൻ ആ മോഷൻ കാണിച്ചതും മിയാഗി അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവൻ അറിയാതെ തന്നെ ആ തറ ഉരയ്ക്കുന്ന വലിയ സർക്യുലർ മോഷൻ ഒരു ഡിഫെൻസീവ് ബ്ലോക്കായി മാറി. കണ്ടോ? ശരീരം അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരുന്നു. ഡാനിയൽ അന്തം വിട്ടു നിൽക്കുകയാണ്. അപ്പോ മിയാഗിയുടെ അടുത്ത കമാൻഡ് വന്നു, വാക്സ് ഓൺ വാക്സ് ഓഫ് കാണിക്കൂ. അതും സംഭവിച്ചു. കാർ വാക്സ് ചെയ്യുന്ന വലത് കൈകൊണ്ടുള്ള ആ വട്ടം വരയ്ക്കൽ തലയ്ക്ക് നേരെയുള്ള ഇടി തടുക്കാനുള്ള ഹൈ ബ്ലോക്കായി മാറി. ഇടത് കൈകൊണ്ടുള്ള വാക്സ് ഓഫ് ആകട്ടെ മറ്റൊരു ബ്ലോക്ക്. സംഭവം കിടുക്കിയല്ലേ? തീർന്നില്ല. ഓരോ ജോലിയും ഓരോ പാഠമായിരുന്നു. മിയാഗി അടുത്തതിലേക്ക് പോയി. വേലിക്ക് പെയിന്റ് അടിച്ചത് കാണിക്കൂ. ആ മുകളിലേക്കും താഴേക്കും പെയിന്റ് അടിക്കുന്ന മൂവ്മെന്റ്, അത് താഴെ നിന്നുള്ള അറ്റാക്ക് തടുക്കാനുള്ള ഒരു ബ്ലോക്കായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ലേ? ഓരോ ജോലിക്കും ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ഡാനിയലിന് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി. അവസാനത്തെ പീസും കൂടി യോജിപ്പിക്കാൻ മിയാഗി പറഞ്ഞു, വീടിന് പെയിന്റ് അടിച്ചത് കാണിക്കൂ. ആ സൈഡ് ടു സൈഡ് പെയിന്റിംഗ് മൂവ്മെന്റ് ശരീരത്തിന്റെ നടുവിലേക്കുള്ള അറ്റാക്കുകൾ തടയാനുള്ള മിഡിൽ ബ്ലോക്ക് ആയിരുന്നു. അതോടെ ആ ആഹാ മൊമെന്റ് പൂർത്തിയായി. സാധാരണ വീട്ടുജോലികൾ ഒരു മാസ്റ്ററുടെ കയ്യിൽ കിട്ടിയപ്പോ എന്തായി മാറി? ഒരു മാന്ത്രിക പരിശീലനമായി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കഥയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരാം. എന്നിട്ട് ഈ പരിശീലനത്തിന്റെ പിന്നിലെ ആ ഒരു ജീനിയസ് ഐഡിയനെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. ഇതിനെയാണ് നമ്മൾ മിയാഗി മെത്തേഡ് എന്ന് പറയുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ സംഭവം മസിൽ മെമ്മറിയാണ്. അതായത് ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചെയ്യുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, ശരീരം തനിയെ അത് ചെയ്തോളും. ഡാനിയലിന്റെ മനസ്സ് ഇതൊക്കെ എന്തിനാ എന്ന് ചോദിച്ചപ്പോഴും അവന്റെ ശരീരം ആ മൂവ്മെന്റ്സ് എല്ലാം ഹൃദയസ്ഥമാക്കുകയായിരുന്നു. ഈ രീതിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. ഒരുപാട് തവണ ചെയ്യുമ്പോൾ അത് നമ്മുടെ റിഫ്ലെക്സായി മാറും. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് ഒഴിവാക്കാം. നമ്മുടെ തലച്ചോറും ശരീരവും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകും. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ആ സ്കില്ലിൽ ഒരു അടിത്തറയുണ്ടാകും. ഇനി
ഈ പാഠം വെറും കരാട്ടയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല കേട്ടോ. നമുക്കിത് സ്റ്റോക്ക് ട്രേഡിംഗ് പോലെയുള്ള നല്ല കോംപ്ലക്സ് ആയ ഒരു ഫീൽഡിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലെ മണി മാഗ്നറ്റ് സ്റ്റോക്ക് ട്രേഡിംഗ് സ്കൂളിലൊക്കെ ഒരു മെന്റർ പഠിപ്പിക്കുന്നതിന്റെയും അടിസ്ഥാനം ഇതുതന്നെയാണ്. ഇതിലെ സാമ്യം നോക്കിക്കേ. മിയാഗിയുടെ ആവർത്തിച്ചുള്ള ജോലികൾ ട്രേഡിംഗില് ഒരേ സെറ്റപ്പ് തന്നെ വീണ്ടും വീണ്ടും ഡ്രിൽ ചെയ്യുന്നതിന് തുല്യമാണ്. മിയാഗി പറഞ്ഞ ചോദ്യങ്ങൾ വേണ്ട എന്ന റൂള് ട്രേഡിംഗിലെ ആ മങ്കി മൈൻഡ്, അതായത് പേടിയും ആർത്തിയും കാരണം നമ്മളെടുക്കുന്ന മണ്ടൻ തീരുമാനങ്ങളെ ഒഴിവാക്കുന്നതിന് തുല്യമാണ്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അധികം ചിന്തിച്ച് കൊളമാക്കാതെ ഇമോഷണലായി പോവാതെ ട്രേഡുകൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക. മെന്റർ പഠിപ്പിച്ച പ്രോസസ് അതേപടി ഫോളോ ചെയ്യുക, പിന്നെ പണം താനേ വന്നോളും. അവിടെ ചോദ്യങ്ങൾക്കോ കുരങ്ങുമനസ്സിനോ സ്ഥാനമില്ല. അപ്പോ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭയങ്കര ബോറിംഗ് ആയി തോന്നുന്ന, എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് പോലും സംശയമുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ടോ? ഒരുപക്ഷേ നിങ്ങളുടെ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാനുള്ള രഹസ്യ താക്കോൽ അതായിരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.